മർത്തമറിയം വനിതാ സമാജം സെൻട്രൽ എക്സാം 2025 വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തറിൻ്റെയും പുസ്തകങ്ങളിലൂടെ ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്ക് ഓഫ് രൂത്ത് ആൻഡ് എസ്തർ ചാപ്റ്റർ 1 രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ ത്രൂ ദ ബുക്ക് ഓഫ് രൂത്ത്. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഇത് ഒന്നാമത്തെ പാരഗ്രാഫിലാണ് ഇതിനെപ്പറ്റി കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ ബുക്ക് ഓഫ് രൂത്ത്? 1, പഴയ നിയമത്തിലെ അതിമനോഹരവും അർത്ഥഗംഭീരവുമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണിത്. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ആൻഡ് ഇൻസൈറ്റ്ഫുൾ ബുക്ക് എമംഗ് ദ ബുക്സ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ വായിക്കുന്ന പ്രധാന പുസ്തകങ്ങളിൽ ഒന്ന്. ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ബുക്ക് ആൻഡ് വൺ ഓഫ് ദ ബുക്ക് റെഡ് ഡ്യൂറിംഗ് ജൂയിഷ് ഫെസ്റ്റിവൽസ്. സുന്ദരമായ ഭാഷാ രീതി, ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് സ്റ്റൈൽ, മൃദുലങ്ങളായ ചിന്തകൾ, സബ്റ്റൈൽ തോട്ട്സ്, ഉത്കൃഷ്ടമായ വികാരങ്ങൾ, നോബിൾ ഇമോഷൻസ്, ആഴമായ മതവിശ്വാസം, ഡീപ്പ് റിലീജിയസ് ഫെയ്ത്ത്, ഇവയെല്ലാം ഈ പുസ്തകത്തിൽ വളരെയധികം അപ്പീലിംഗ് മാനറിൽ, ആകർഷകമായ രീതിയിലാണ് ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇംഗ്ലണ്ടിലെ മഹാകവിയായിരുന്ന ടെന്നിസൺ രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഡിഡ് ടെന്നിസൺ, ദ ഗ്രേറ്റ് പോയറ്റ് ഓഫ് ഇംഗ്ലണ്ട്, ഡിസ്ക്രൈബ് അബൌട്ട് ദ ബുക്ക് ഓഫ് രൂത്ത്? കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇനിയൊന്നുമില്ലാത്ത കവിതയാണ് രൂത്തിൻ്റെ പുസ്തകം എന്നാണ് ടെന്നിസൺ പറഞ്ഞത്. ദ ബുക്ക് ഓഫ് രൂത്ത് ആസ് എ പോയം ദാറ്റ് ലീവ്സ് നോ റൂം ഫോർ ഫർദർ ഇംപ്രൂവ്മെൻറ്റ് ഫോർ എനി പോയറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 3, രൂത്തിൻ്റെ പുസ്തകത്തിൽ എന്താണ് വിശദീകരിക്കുന്നത്? രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ അതിപ്രധാനമായ ഒരു സത്യത്തിലേക്ക് നടത്തേണ്ടതിന് വേണ്ടി തികച്ചും മാനുഷികവും സ്വാഭാവികവുമായ മനോചിന്തകളോട് കൂടിയ കുടുംബ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് എപ്രകാരം കൂട്ടിയിണക്കുമെന്നാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ബുക്ക് ഓഫ് രൂത്ത്? ദ ബുക്ക് ഓഫ് രൂത്ത് elucidate how the Holy Spirit connects family circumstances and attitudes that are normal in human lives to guide them to an important truth. ക്വസ്റ്റ്യൻ നമ്പർ 4, വിശുദ്ധ വേദപുസ്തകത്തിൽ രൂത്തിൻ്റെ പേരുള്ളത് എവിടെയെല്ലാം? വേർ ഓൾ ഡു വി ഫൈൻഡ് രൂത്ത് നെയിം മെൻഷൻഡ് ഇൻ ദ ഹോളി ബൈബിൾ? ഒന്ന് നമുക്കെല്ലാം അറിയാം, രൂത്തിൻ്റെ പുസ്തകത്തിലാണുള്ളത്, ഇൻ ദ ബുക്ക് ഓഫ് രൂത്ത്. രണ്ടാമത്തേത് മത്തായി ചാപ്റ്റർ 1 വേഴ്സ് 5. ക്വസ്റ്റ്യൻ നമ്പർ 5, നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയിൽ രൂത്തിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം ഏത്? ഇൻ വിച്ച് സ്ക്രിപ്ചർ ഈസ് രൂത്ത് നെയിം റെക്കോർഡഡ് ഇൻ ദ ജീനിയോളജി ഓഫ് അവർ ലോർഡ്? മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 5. ദാവീദ് രാജാവിൻ്റെ വലിയ വലിയമ്മ ആര്? രൂത്ത്. ഹു ഈസ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഓഫ് കിങ് ഡേവിഡ്? രൂത്ത്. രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ത്? അത് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ്. വാട്ട് ഈസ് എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദ ബുക്ക് ഓഫ് രൂത്ത്? ഇറ്റ് പോയിന്റ്സ് ടു ക്രൈസ്റ്റ് ദ റിഡീമർ. ക്വസ്റ്റ്യൻ നമ്പർ 8, രൂത്തിൻ്റെ പുസ്തകത്തിലെ പരിപൂർണ വീണ്ടെടുപ്പുകാരൻ ആരാണ്? ബോവസ് ഈസ് ദ പെർഫെക്റ്റ് റിഡീമർ ഇൻ ദ ബുക്ക് ഓഫ് രൂത്ത്. മോവാബിയായ രൂത്തിനെ ഭാര്യയായി സ്വീകരിപ്പാൻ ബോവസ് തയ്യാറായത് എന്തുകൊണ്ട്? വൈ വാസ് ബോവസ് റെഡി ടു അക്സെപ്റ്റ് രൂത്ത്, മൊവാബൈറ്റ് വുമൺ, ആസ് ഹിസ് വൈഫ്? മോവാബിയർ ദൈവവിരോധികളാണ്. ദേ ആർ എത്തിസ്റ്റ്. വീണ്ടെടുപ്പിന് യാതൊരു അർഹതയുമില്ല. അങ്ങനെയുള്ള അവരുടെ കൂട്ടത്തിൽ നിന്ന് രൂത്തിനെ പൂർണ്ണമായി വീണ്ടെടുത്തു. അതുകൊണ്ടാണ് അവളെ ഭാര്യയായി സ്വീകരിപ്പാൻ ബോവസ് തയ്യാറായത്. Boaz with complete willingness perfectly redeems Ruth from among the Moabites who are undeserving of redemption and make her his wife. Question number 10, Boaz ആരുടെ മുൻകുറിയാണ്? അതുകൊണ്ട് എന്താണ് ഇവിടെ വിവക്ഷിക്കുന്നത്? Whose foreshadowing is Boaz? What is indicated here? ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ മുൻകുറിയായി ബോവസ് മാറി. Boaz became the foreshadowing of Christ who redeemed the church from among the Gentiles. കർത്താവ് ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ സർവ്വജാതികളും സ്ഥാനം പിടിച്ചിരിക്കുന്നുവെന്ന് ഇവിടെ വിവക്ഷിക്കുന്നു. The inference
here is that everyone has position in the redemption scheme of the Lord. ഗ്രന്ഥകർത്താവും എഴുതിയ കാലവും, ഓതർ ആൻഡ് ദ ടൈം ഓഫ് റൈറ്റിംഗ്. ഇവിടെ ഗ്രന്ഥകർത്താവ് ആരെന്നും ഇത് എഴുതിയ കാലഘട്ടത്തെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 11, യഹൂദ റാബിമാരുടെ പാരമ്പര്യം അനുസരിച്ച് രൂത്തിന്റെ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? അക്കോർഡിംഗ് ടു ദ ട്രഡീഷൻ ഓഫ് ദ ജൂയിഷ് റാബിസ്, ഹു വാസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ഓഫ് രൂത്ത്? ശമൂവേലിന്റെ പുസ്തകത്തിന്റെ ഭാഷാ ശൈലി രൂത്തിന്റെ പുസ്തകത്തിന് ഉണ്ട്. അതുകൊണ്ട് ശാമുവേലാണ് എഴുതിയത് എന്നാണ് യഹൂദ റാബിമാരുടെ പാരമ്പര്യത്തിൽ പ്രോഫറ്റ് സാമുവേലാണ് എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. ഇൻ ദ ട്രഡീഷൻ ഓഫ് ദ ജൂയിഷ് റാബീസ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ വർക്ക് ഓഫ് പ്രോഫറ്റ് സാമുവേൽ, സിൻസ് ദിസ് ബുക്ക് ഹാസ് എ സിമിലർ റൈറ്റിംഗ് സ്റ്റൈൽ ആസ് ദ ബുക്ക് ഓഫ് സാമുവേൽ. സോ they are telling that it is written by prophet Samuel. Question number 12, എഴുതിയ കാലഘട്ടം ഏതാണ്? വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് റൈറ്റിംഗ്? രൂത്തിന്റെ പുസ്തകത്തിന്റെ കാലഘട്ടത്തിനെ പറ്റി പല കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രന്ഥകർത്താവ് ശാമുവേലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും പറയുന്നത് അതിന് ശേഷം, ശമൂവേലിന്റെ കാലഘട്ടത്തിന് ശേഷം ആണ് ഈ പുസ്തകം ഉണ്ടായതെന്ന് വാദിക്കുന്നവരുണ്ട്. ഇറ്റ് വാസ് റിട്ടൺ ആഫ്റ്റർ ദ പീരീഡ് ഓഫ് സാമുവേൽ. ദാവീദിന്റെ വംശാവലി നൽകണമെന്നത് ഗ്രന്ഥകാരന്റെ പ്രധാന ഉദ്ദേശമായി മനസ്സിലാക്കുന്നതിനാൽ പ്രവാസകാലത്തിന് ശേഷം എഴുതിയതാകാമെന്ന ചിന്തയും നിലവിലുണ്ട്. There is also another thought that this was written after the period of exile, because one of the main intentions of the author is to write down the genealogy of King David. BC 5-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തോ ആയിരിക്കാം ഇത് എഴുതിയതെന്ന ചിന്തയും പ്രാബല്യത്തിലുണ്ട്. ഉള്ളടക്കത്തിലെ സംഭവങ്ങൾക്ക് ശേഷം അധിക കാലം കഴിഞ്ഞാണ് ഇത് എഴുതിയതെന്ന് വിവക്ഷിക്കുന്നു. The belief that this was written in the 5th century or at the beginning of the 4th century BC also prevails. The general inference is that this was written quite some time after this incident occurred. അതായത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തെ പറ്റിയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പാരമ്പര്യപ്രകാരം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഏകദേശം 1300 BC ഉണ്ടായ സംഭവം എന്ന ചിന്തയ്ക്കാണ് മുൻതൂക്കം. According to the tradition and majority opinion, these events are considered to have occurred around 1300 BC during the reign of judges. കാരണം ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായാധിപന്മാരെ പറ്റിയാണ്, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയുമാണ് ഇതിന്റെ കാലഘട്ടം, രൂത്തിന്റെ കാലഘട്ടം, ഈ ബുക്ക് എഴുതിയ കാലഘട്ടത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. മൊവാബ്യരും യഹൂദരും, The Moabite and the Jews. Question number 13. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി പരദേശിയായി പാർപ്പാൻ ഏത് ദേശത്താണ് പോയത് ആരെല്ലാം? To which country did a man from Bethlehem in Judah go with his wife and 2 sons to live as foreigners, who all went? രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ചാപ്റ്റർ 1 വേഴ്സ് 1-2 ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കാൻ. They went to the land of Moab. പോയത് എലിമേലെക്, വൈഫ് നവോമി, 2 sons മഹ്ലോൻ ആൻഡ് കില്യോൻ. ഇത്രയും പേരൂടെയാണ് പോയത്. ക്വസ്റ്റ്യൻ നമ്പർ 14. എലിമേലെക് തൻ്റെ കുടുംബവുമായി മോവാബ് ദേശത്ത് താമസിക്കാൻ പോയത് എപ്പോൾ? അല്ലെ എന്തുകൊണ്ടാണ് അവർ പോയത്? ഇസ്രായേലിൽ ക്ഷാമമായിരുന്നു, അതുകൊണ്ടാണ് അവർ മോവാബ് ദേശത്തേക്ക് പോയത്. When did Elimelech go to live in the land of Moab with his family? When there was a famine in Israel, Elimelech went to the land of Moab. Question number 15. ഇസ്രായേലിയർക്കിടയിൽ ഉണ്ടായിരുന്ന നിയമം എന്ത്? What was the law among the Israelites? മോവാബ് ഇസ്രായേലിനോട് ശത്രുതയിലായിരുന്നു. മോവാബ് മെയിൻറ്റെയിൻ enmity with ഇസ്രായേൽ. മോവാബിയരോട് ഒരു തരത്തിലും ഇടപെടുവാൻ പാടില്ല എന്ന നിയമം ഇവർക്കിടയിലുണ്ടായിരുന്നു, അവർ ശത്രുക്കളായിരുന്നത് കൊണ്ട്. There was a rule among the people of Israel that they would in no way relate to the people of Moab. ക്ഷാമമായാൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നതല്ലാതെ മോവാബിലേക്ക് പോകാൻ ഇസ്രായേലിൽ ആർക്കും അനുവാദം ഇല്ലായിരുന്നു. Even when there was a famine, the people of Israel were expected to live trusting God completely and no one had permission to go to Moab.
ഇങ്ങനൊരു നിയമം നിലവിലിരുന്ന കാലഘട്ടത്തിലാണ് ഇവരെല്ലാവരും കൂടെ എലീമേലേക്കും ഭാര്യയും പുത്രന്മാരും കൂടി മോവാബ് ദേശത്തിലേക്ക് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16. തൻ്റെ അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാതെ മൊവാബിൽ വെച്ച് മരിക്കേണ്ടി വന്നത് ആർക്ക്? അതിന് കാരണമായി പറയുന്നത് എന്ത്? എലീമേലെക്കിനാണ് മരിക്കേണ്ടി വന്നത്. ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചു, അതാണ് കാരണം. Who had to die in Moab without being able to see his next generation? What is said to be the reason for that? Elimelech broke his covenant with God and traveled to Moab. He died there without being able to see his next generation. Question number 17. നവോമിയുടെ ഭർത്താവായ എലീമേലെക്ക് മരിച്ചത് എവിടെ വെച്ച്? മോവാബ് ദേശത്ത് വെച്ചാണ് മരിച്ചത്. ഇൻ മോവാബ്. Question number 18. നവോമിയുടെ മരുമക്കളുടെ പേരുകൾ എന്ത്? What are the names of Naomi's daughters-in-law? ഓർപ്പ ആൻഡ് രൂത്ത്. ഏകദേശം എത്ര സംവത്സരം അവർ ഒരുമിച്ച് മൊവാബ് ദേശത്ത് പാർത്തു? 10 years. അമ്മാവി അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു പിരിഞ്ഞത് ആര്? Who hugged and kissed her mother-in-law and returned to her mother's house? ഓർപ്പ. Question number 21. വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ചൂണ്ടുപലക ആയി മാറിയ രൂത്തിന്റെ പ്രസ്താവന ഏത്? ഈ പ്രസ്താവനയിൽ പ്രകടമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം? Which declaration of Ruth is the signpost pointing to the journey of redemption? What all are the things evident in this statement? രൂത്തിന്റെ പുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ചാപ്റ്റർ 1 വേഴ്സ് 16. നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ. Do not urge me to leave you or turn back from you. Where you go, I will go, and where you stay, I will stay. Your people will be my people, and your God my God. Where you die, I will die, and there I will be buried. May the Lord deal with me, be it ever so severely, if even death separate you and me. Chapter 1 verse 16. ഇവിടെ പ്രകടമാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഇവിടെ മതഭക്തിയും മനുഷ്യ സ്നേഹവും ഒരുപോലെ പ്രകടമാകുന്നുണ്ട്. റിലീജിയസ് ഫെർവർ ആൻഡ് ഹ്യൂമൻ ലവ് ആർ എക്സിബിറ്റഡ് ഇൻ ഈക്വൽ സ്ട്രെങ്ത്. മരണമല്ലാതെ മറ്റൊന്നും അവരെ വേർപിരിക്കില്ല എന്ന നിശ്ചയം രൂത്തിൽ ഉണ്ടാകുമ്പോൾ അവൾ നവോമിയെയും അവളുടെ ദൈവത്തെയും അഭേദ്യമായി സ്നേഹിക്കുന്നു. When Ruth says that only death can separate her from Naomi and Naomi's God, that means that she loves Naomi and her God with a love that unshakable. കൂടാതെ അമ്മായിയമ്മ മരുമകൾ സ്നേഹത്തിന്റെ ദൃഢത ഇവിടെ ദൃശ്യമാണ്. The steadfastness of the mother-in-law to daughter-in-law relationship of love is also evident here. ഒന്നും ആവശ്യപ്പെടാതെ രൂത്തും ഒരു വാഗ്ദാനവും നൽകാത്ത നവോമിയും തമ്മിലുള്ള സ്നേഹം നിർവചനങ്ങൾക്ക് അതീതമാകുന്നു. The love between Ruth, who does not demand anything, and Naomi, who offers nothing, is beyond definition. ഇതാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. രൂത്തിന്റെ നിലപാടും തീരുമാനവും സാഹസികമായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അന്യദേശത്ത് കബറടക്കപ്പെടുന്നതിനാൽ സ്വന്തം ദേശത്തിലെ പൂർവികരുമായി ചേരാൻ കഴിയില്ല എന്ന ചിന്തയ്ക്ക് ഊന്നലുള്ള കാലയളവിലായിരുന്നു രൂത്ത് ജീവിച്ചിരുന്നത്. എന്നാൽ സർവ്വവും ത്യജിച്ചാണ് നവോമിയുടെ കൂടെ രൂത്ത് ഇറങ്ങിത്തിരിക്കുന്നത്. ഈ ഒരു നിശ്ചയം വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിലെ നിർണായകമായ സംഭവമായി മാറുകയാണ്. ഉൽപ്പത്തി പുസ്തകവും എസ്കേലിന്റെ പുസ്തകം എല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, പൂർവികരെ അടക്കിയ സ്ഥലത്തേക്ക് മക്കളെല്ലാം തിരികെ ചെല്ലുകയാണ്. അവിടെയാണ് മരിച്ച് അവരടക്കപ്പെടുന്നത്. Why was the decision of Ruth daring in those times? The decision of Ruth was daring in those times when it was believed that those who were buried in a foreign land would not be able to join their ancestors in death. The decision of Ruth to give up everything to accompany Naomi became a decisive point in the history of redemption.
ക്വസ്റ്റ്യൻ നമ്പർ 22 ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൊയ്ത്തിന്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിൽ എത്തി എന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട്? നമുക്കറിയാം, ഭർത്താവും മക്കളുമായി സന്തോഷത്തോടെയാണ് നവോമി മോവാബിലേക്ക് പോയത്. അവിടെ വെച്ച് നവോമിയുടെ ഭർത്താവും മക്കളും നഷ്ടപ്പെടുന്നു. ആ നഷ്ടത്തിലും മരുമകൾ രൂത്തുമായി ബേത്ലഹേമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതൊരു ദുഃഖത്തിന്റെ അന്തരീക്ഷത്തിലായിരുന്നുവെങ്കിലും വീണ്ടെടുപ്പിന്റെ പ്രത്യാശയോടെയായിരുന്നു തിരിച്ച് വരവ്. Why it is written that they returned to Bethlehem at the beginning of the harvest? Although Naomi, who had gone happily with her husband and children to Moab, had returned to Bethlehem after the loss of her family, accompanied by her daughter-in-law Ruth in an atmosphere of grief, she still had hope of redemption. Perhaps that is why it is written that they returned to Bethlehem at the beginning of the harvest. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. മൂന്നാമത്തെ പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ് ആണ്. ബോവസ് എന്ന മഹാധനികനായ ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരനെ അവതരിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു എന്ന രക്ഷകന്റെ നിഴൽ രൂത്തിന്റെ പുസ്തകത്തിന്റെ സാങ്കത്യം വർദ്ധിപ്പിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. The relevance of the book of Ruth is enhanced through the introduction of an extremely wealthy and perfect Redeemer Boaz, who prefigures Christ the Savior. ഇത് കുറച്ച് മാച്ച് ദ ഫോളോയിങ്സ് ആണ്. മൊവാബിയർ ദൈവവിരോധികൾ. എത്തിസ്റ്റ് രൂത്ത് മൊവാബി സ്ത്രീ മൊവാബൈറ്റ് വുമൻ. രൂത്ത് ലൂത്തിന്റെ വംശാവലി ജീനിയോളജി ഓഫ് ലോത്ത്. നവോമി യഹൂദ വംശജ ജൂയിഷ് വുമൻ. ഇനിയുള്ളത് മീനിങ് ആണ്. ബോവസ് ബലം അമനിൽ ഇൻ ഹിം ഈസ് സ്ട്രെങ്ത്. ഗൊയേൽ ഇസ് എ ഹീബ്രു വേർഡ്. ചർച്ചക്കാരൻ പ്രതികാരകൻ വീണ്ടെടുപ്പുകാരൻ അവഞ്ചർ കിങ്സ്മാൻ. റെഡീമർ എലിമേലേക്ക് ദൈവം എൻ്റെ രാജാവാകുന്നു. ഗോഡ് ഈസ് മൈ കിങ്. മഹ്ലോൻ ക്ഷീണിതൻ വീക്ക്നെസ്. കില്യോൻ ക്ഷയിച്ചു പോകുന്നവൻ. വീക്കനിങ് ഫെയിൻറ്റിങ്. ഓർപ്പ കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ. വൺ ഹു ടേൺ ഹെർ നെക്ക് അവേ. രൂത്ത് സഖിയായവൾ സഖിത്വമുള്ളവൾ. വൺ ഹു ബിക്കേം എ ഫ്രണ്ട് ഓർ കമ്പാനിയൻ. നവോമി സന്തോഷം ജോയ്. ഇൻട്രൊഡക്ഷനിലെ വീഡിയോയിലെ 8ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു കറക്ഷൻ ഉണ്ട്. അവിടെ എത്ര വർഷമാണ് ഇസ്രായേലി ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹൗ മെനി ഇയേഴ്സ് ഡിഡ് ദ ജഡ്ജസ് റൂൾ ഇൻ ഇസ്രായേൽ എന്ന്. അങ്ങനെയല്ല, ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ എത്ര വർഷത്തെ കാര്യങ്ങളാണ് രൂത്തിന്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നതാണ്. 11 വർഷത്തെയാണ്. The book includes events that took place over a span of 11 years during the period when Israel had been ruled by the judges. ന്യായാധിപന്മാർ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഏകദേശം 350 വർഷക്കാലമാണ്. 300 തൊട്ട് 400 വരെയുള്ള വർഷക്കാലം അവർ അവിടെ ന്യായപാലനം നടത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ജോഷുവയുടെ ഡെത്തിന് ശേഷം ശൗലാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്. അദ്ദേഹത്തിൻ്റെ അഭിഷേകം വരെയുള്ള ആ കാലയളവിലാണ് ഇസ്രായേലിലെ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അത് പറയാവുന്നതാണ്.